നിങ്ങളൊരു ഫ്രീ ആപ്പിലാണ് യൂസ് ചെയ്തത്, ബ്ലെൻഡറിലിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. സത്യമാണോ? അത് ബ്ലെൻഡർ ഫ്രീ ആണ്. അതിൽ തന്നെയാണ് മോസ്റ്റ്ലി CG വർക്കുകൾ. പക്ഷെ ബ്ലെൻഡർ അതിന് മാത്രം വലുതായി കഴിയും, അത്യാവശ്യം നമുക്ക് ക്വാളിറ്റി ഉള്ള. പക്ഷെ ഇതിനകത്ത് അല്ലെ, നമ്മുടെ മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടക്കും. അല്ല, അതാണ് ബജറ്റ് പൈസ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ചെറിയ ബജറ്റിൽ ഈ വലിയ സിനിമ ചെയ്തു എന്നൊക്കെ പറയുന്നില്ല. ഈ ചെറിയ ബജറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടേതായ രീതിയിൽ കുറെ സാധനങ്ങൾ കൊച്ചിരിക്കണം. അതിലൊന്നാണ് ഈ സോഫ്റ്റ്വെയർ. നമ്മൾ കാശ് കൊടുത്തൊരു സോഫ്റ്റ്വെയർ മേടിച്ചു കഴിഞ്ഞാൽ ഈ ബജറ്റിലൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് പുറത്ത് വർക്കുകളൊക്കെ പോകുമ്പോഴത്തേക്കും മില്യൺസിലും ഒക്കെ കയറി പോകുന്നത്. ഒന്ന് ടാലന്റഡ് ആൾക്കാർ തന്നെയാണ് ഇതിന്റെ മെയിൻ. പിന്നെ ഡയറക്ടറുടെയും നമ്മുടെ ടീമിന്റെയും വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെയും കൺവിക്ഷൻ, അവന്റെ ക്രാഫ്റ്റും അവന്റെ ടാലന്റും അതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വല്ലഭന് പുല്ലും ആയതെന്ന് പറഞ്ഞ പോലെ അതൊന്നും ഇല്ലാത്തടത്തൊന്നും റിസൾട്ട് വരും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പം മലയാള ഇൻഡസ്ട്രി കൂടുതൽ ഞാൻ കാണുന്നത്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഫൈൻ ട്യൂൺ ചെയ്ത് ഇന്ന തന്നെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കും, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ എടുക്കും. പക്ഷെ മോസ്റ്റ്ലി നമ്മളെ സമയമെടുത്തോളം ഇവിടുത്തെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ ഫൈനൽ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലെന്നുള്ളതൊന്നും സബ്ജക്റ്റ് അല്ല. റിസൾട്ട് ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ടോ, നമ്മൾ വിചാരിച്ച സ്റ്റോറി ടെല്ലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. അതിന് നമ്മൾ എന്തും ചെയ്യാം. പക്ഷെ ബ്ലെൻഡറാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്.